ഓക്കെ. പ്രിയ പ്രേക്ഷകരെ, കേരളം ഞെട്ടാൻ പോന്ന വാർത്തയാണ് ഇന്ദ്ര TV ബ്രേക്കിംഗിലൂടെ ഞങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരു പെൺകുട്ടി ഞങ്ങളെ സമീപിച്ചിരിക്കുന്നു. ഈ വാർത്ത ഞങ്ങളിലൂടെ ലോകത്തെ അറിയിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പറഞ്ഞോളൂ. ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായതുകൊണ്ടും ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ തേടി നടക്കുമ്പോഴാ ഞാൻ ഗൗതം ദേവിനെ പരിചയപ്പെടുന്നത്. സാർ എനിക്ക് അവസരങ്ങൾ തരാന്ന് പറഞ്ഞു. തടസ്സപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾ പറയുന്നത് സൂപ്പർ സ്റ്റാർ ഗൗതം ദേവിന്റെ കാര്യം തന്നെയല്ലേ? അതെ. തുടർന്നോളൂ. സാർ എനിക്ക് അവസരം തരാന്ന് പറഞ്ഞു പലതവണ എന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു. പിന്നെ അതൊരു പ്രണയബന്ധം പോലെ വളർന്നു. ഒടുവിൽ ഞാൻ പ്രഗ്നന്റ് ആയപ്പോ സാർ എന്നെ സംരക്ഷിച്ചു കൊള്ളാന്ന് വാക്ക് തന്നു. അങ്ങനെ ഞാൻ ആ കുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷെ ഇപ്പോ സാർ എന്നെ കൈവിട്ട അവസ്ഥയാണ്. ഇനി എന്റെ മുന്നിൽ മരണമല്ലാതെ മറ്റൊരു വഴിയില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ മുഖം ഓർക്കുമ്പോ എനിക്കതിന് ശക്തി വരുന്നില്ല. എനിക്ക് ജീവിച്ചേ പറ്റൂ. അതാണ് നീതി തേടി ഞാൻ ജനങ്ങളിലേക്ക് വന്നത്. എല്ലാരും അറിയാതെ ഞാനിത് പോലീസ് കേസാക്കിയ, ഒരുപക്ഷെ പണവും സ്വാധീനവും ഉപയോഗിച്ച് എന്നെ ഇല്ലാതാക്കിയ ഞാൻ എന്ത് ചെയ്യും? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. 40 വർഷത്തിലധികമായി മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ച മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായ സൂപ്പർ താരത്തിനെതിരെ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കാൻ തെളിവുകൾ കയ്യിലുണ്ടോ? ഉണ്ട്. മോളെ, ഇതൊക്കെ സത്യമാണോ? ഞാനിത് എഡിറ്ററിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടറും എഡിറ്ററും തെളിവുകൾ കണ്ടുവെന്നും വാർത്ത സത്യമാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ആ പെൺകൊച്ചിന് നീതി കിട്ടാൻ വേറെ ഒരു വഴിയില്ല. അതുകൊണ്ടാ ലൈവ് ഇട്ടോളാൻ പറഞ്ഞത്. എന്നാലും ഗൗതം ദേവ് ഇത്തരക്കാരനാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുറമെ കാണുന്നത് പോലെ അല്ലല്ലോ പലരും. വലിയ കഷ്ടായിപ്പോയി. അവരുടെ ആൾക്കാർ ആ കുട്ടിയെ ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. അതാ ഞങ്ങള് മുഖം കാണിക്കാതിരുന്നേ. അത് നന്നായി. ഞാൻ കോളം എടുക്കട്ടെ. ഹലോ. ഈ കേസിലെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ വരാം. ദുർഗ, തനിക്കിത് എന്താ പറ്റിയത്? ഇപ്പൊ വന്ന എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്ത ടെൻഷനായി തുടങ്ങിയല്ലോ. അങ്ങനെയല്ല കിരൺ. ആ പൃഥ്വി ഇപ്പൊ അബിക്ക് ക്യാമറ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. എന്നിട്ടും ഫോണിൽ ഓവർഹിയർ ചെയ്തതിന്റെ പേരില് അങ്ങനെ ചെയ്യണമെങ്കിൽ അതില് എന്തോ ദുരുദ്ദേശം ഉണ്ടാവും എന്റെ മനസ്സ് പറയുന്നു. ബേസിക്കലി നമ്മളൊക്കെ പോലീസുകാരാ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നത് സംശയങ്ങളായിരിക്കും. അതാ തനിക്കെങ്ങനെ തോന്നുന്നേ? അഷിതയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ പൃഥ്വി? അപ്പൊ അഷിതയുടെ ബ്രദർ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചപ്പോ തന്നെ അത് വാങ്ങിക്കൊടുത്ത് അഷിതയെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചതാവും. ഇതൊക്കെ ഞങ്ങൾ ആണുങ്ങൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓഹോ, അങ്ങനെ എത്ര ക്യാമറ കിരൺ വാങ്ങിച്ച് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? എനിക്കതിനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. കിരൺ ഇത് വളരെ നോർമലായിട്ടാ ചിന്തിക്കുന്നത്. പക്ഷേ പൃഥ്വിയുടെ കാര്യത്തില് ഞാൻ ഇപ്പോഴും ഡൗട്ട്ഫുള്ളാ. അങ്ങനെ ആവണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അവൻ അത്ര ക്ലിയർ അല്ല എന്ന് ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല. ഇക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താ നമ്മളത് സംശയത്തോടെ നോക്കൂ. കാരണം സ്വന്തം ലാഭം നോക്കാതെ ആരും ഒന്നും ചെയ്യുന്നത് ഇപ്പൊ സാധാരണ അല്ല. താനിത് തലയിലിട്ട് വെറുതെ സമയം കളയണ്ട. പൃഥ്വിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നെഗറ്റീവ് മൂവ്മെന്റ് ഉണ്ടായാ നമുക്ക് അപ്പ പിടിക്കാം. താമ ദുർഗ, ഓ, ഗൗതം ദേവിന്റെ വാർത്ത ടിവിയിൽ വന്നതു മുതല് ഓരോരുത്തർ മാറി മാറി വിളിക്കുന്നതാ. രാവിലെ മുതൽ ഫോണിന് റെസ്റ്റ് ഇല്ല. ആഹാ, അതിന് നിന്നെന്തിനാ വസുമതി വിളിക്കുന്നേ? നീയാണോ ഗൗതം ദേവിന്റെ പിയെ? അതല്ല, വാർത്ത കൊടുത്തതാരാ? ഇന്ദിര ടിവിക്കാരാ. ഇന്ദിര ടിവി ആരുടെയാ? ഇനി എന്റെ മോളും അതിലൊരു അവകാശിയാ.
ആ ബോധം ഉള്ളത് കൊണ്ടാ ആൾക്കാർ എന്നെ വിളിക്കുന്നത്. ഓ ഓ ഇന്ദ്രപ്രസ്ഥം വീടിന്റെയും ഇന്ദിരാ ടിവിയുടെയും പേരില് ആളാവാൻ നിൽക്കാത്തതാണ് വസുമതിക്ക് നല്ലത്. ഞാൻ ആളാകും. അതിന് നിങ്ങൾക്കെന്താ? നാളെ അതൊക്കെ എന്റെ മോൾക്ക് അവകാശപ്പെട്ടതാ. എന്റെ മോളുടെ എന്ന് വെച്ചാ എനിക്കും അവകാശമുണ്ട്. നാത്തും പറഞ്ഞ ശരിയാ. നമുക്ക് ആളാവാനായിട്ടാ ദൈവം ഇങ്ങനെ ഒരു ബന്ധം കൊണ്ടുവന്നത്. ആ അപ്പൊ നമുക്കും കുറച്ച് അഹങ്കരിക്കാം. അല്ലാതെ പിന്നെ ഇന്ന് വിളിച്ചോരൊക്കെ ആ ന്യൂസിന്റെ പേരിൽ പൂർണ്ണിമയെ പ്രശംസിക്കായിരുന്നു. അത് പിന്നെ ശരിയല്ലേ നാത്തുനെ? വേറെ ഒരു ചാനലിനും കിട്ടാത്ത ചൂടുള്ള വാർത്തയല്ലേ ഇവർക്ക് കിട്ടിയിരിക്കുന്നേ? എല്ലാത്തിനും കാരണം എന്റെ മോളാ. ആഹാ, നിന്റെ മോളോ? അതെങ്ങനെയാ വസുമതി? അക്ഷിതയാണോ ആ ന്യൂസ് പൂർണിമയെ അറിയിച്ചത്? ആ. അമ്മ കളിയാക്കൊന്നും വേണ്ട. എന്റെ മോൾ ആ വീട്ടിലേക്ക് വലത് കാല് വെച്ച് കയറാൻ പോകുന്നതിന്റെ ഐശ്വര്യം കൊണ്ടാ അവർക്ക് ഈ ഭാഗ്യമൊക്കെ കിട്ടുന്നത്. ഈ ഒരു വാർത്ത കൊണ്ടേ ഇന്ദിരാ ടിവിയുടെ പ്രശസ്തി എത്രയോ കൂടിയെന്നറിയാവോ? നമുക്ക് അർഹിക്കാത്തതിനൊന്നും അവകാശം പറയാൻ പാടില്ല വസുമതി. അത് പിന്നീട് ദുഃഖിക്കാൻ ഇടയാക്കും. അത് നീ മറക്കണ്ട. ഇത്രയ്ക്ക് കുശുമ്പ് പാടില്ല അമ്മേ. ഇതിപ്പോ അക്ഷിതയുടെ ചെറുക്കന്റെ വീട്ടുകാരുടെ കാര്യമായതുകൊണ്ടല്ലേ അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത. ആ നാശം പിടിച്ച ദുർഗയുടെ കാര്യമായിരുന്നെങ്കിലോ അമ്മ വലിയ വീരവാദം പറഞ്ഞ് നടന്നേനല്ലോ ഇപ്പൊ. അത് പിന്നെ അങ്ങനെയല്ലേ നാത്തുനെ വരൂ. നമുക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ലല്ലോ. അതെ, രണ്ടുപേരും കൂടി എഴുതാപ്പുറം വായിക്കാൻ നിൽക്കണ്ട. നിങ്ങളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും ആരും പറയണ്ട. നാത്തുമാ, നമുക്കേ ന്യൂസ് കാണാത്തവരൊക്കെ വിളിച്ചു പറയാം. ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരമാ. ശരിയാ, വാ.